ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. ഇടത് വലത് മുന്നണികൾ ഹിന്ദു സ്ഥാനാർത്ഥിയെ ഗുരുവായൂരിൽ മത്സരിപ്പിക്കുന്നില്ല. ഇരു മുന്നണികൾക്കും മതമാണ് പ്രശ്നം. നടക്കുന്നത് ഗുരുവായൂരിനെ വീണ്ടെടുക്കാനുള്ള മത്സരമെന്നും അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സാനു കെ സജീവ് ചേരുന്നു നമ്മളോടൊപ്പം തത്സമയം. സാനു, ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി തന്നെയാണ് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹം എടുത്തു പറയുന്നത് ഇടത് വലതു മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയം തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ അവർ ഇതുവരെ മത്സരിപ്പിക്കാത്തത്. മതം തന്നെയാണ് അവിടെ അവർക്ക് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് താൻ തന്റെ നിലപാട് എടുത്തു പറഞ്ഞത് എന്നുമാണോ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറയുന്നത്? നീലിമ, എന്തായാലും ആ നിലപാടിൽ തന്നെ ഗോപാലകൃഷ്ണൻ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഗുരുവായൂരിലെ ഇടത് വലത് മുന്നണികൾ എടുത്തിട്ടുള്ള നിലപാട് അത് ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല, അത് പ്രീണന രാഷ്ട്രീയമാണ്. അതായത് ഗുരുവായൂർ ക്ഷേത്രമാണ്, ആ ഗുരുവായൂർ ക്ഷേത്രത്തിനെ വീണ്ടെടുക്കാനുള്ള ആ ഒരു കടമ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഈ ഗോപാലകൃഷ്ണനോട് തന്നെ ചോദിക്കാം, NDA സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. അദ്ദേഹം പ്രചാരണത്തിനിടയിലാണ്, രാവിലെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, നിലപാടിൽ 100% ഉറച്ചു നിൽക്കുന്നു. ഇടത് വലത് മുന്നണികൾക്ക് മതമാണ് പ്രശ്നം, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളിൽ പോലും മതത്തിനാണ് പ്രാധാന്യം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. ചേട്ടാ, ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്, ഗുരുവായൂരിനെ വീണ്ടെടുക്കാനാണ് ഈ മത്സരം, എന്താണ് പറയാനുള്ളത്? ഗുരുവായൂരപ്പൻ്റെ മണ്ണ് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരുപക്ഷെ 140 നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ഭാഗ്യവാനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാനെന്ന് സ്വയം വിശ്വസിക്കുക. കാരണം ഞാൻ ആദ്യം വോട്ട് ചോദിച്ചത് ഗുരുവായൂരപ്പനോടാണ്. ഗുരുവായൂരപ്പനോട് വോട്ട് ചോദിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഇവിടെ കൃഷ്ണദാസ് 2 പ്രാവശ്യം ചെയർമാനായ ആളുണ്ട്, ബേബി ജോൺ മാഷുണ്ട്, അതുപോലെ വത്സരാജുണ്ട്, ഗീതാ ഗോപിയുണ്ട്, ബൽറാമുണ്ട്, VT ബൽറാമുണ്ടല്ലോ. അപ്പോൾ ഇവരെ ഒന്നും ഇവിടെ നിർത്തൂല. അതെന്താ കാര്യം? 52% ഹിന്ദുക്കളുള്ള സ്ഥലമാണ്. ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞാൽ ഭയങ്കര വർഗീയതയാണ്. ഹിന്ദുവിൻ്റെ കാര്യം സംസാരിക്കുന്നത് വർഗീയതയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പേടിപ്പിച്ചാൽ അതിശക്തമായി ഉറക്കെ സംസാരിക്കും. ഹിന്ദുക്കളുടെ കാര്യം ഇനി പറഞ്ഞേ പറ്റൂ. ഈ പ്രസ്താവന വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഇടതുപക്ഷത്തിൻ്റെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ പരാതികളൊക്കെ ആയിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ആ ഒരു പരാതികളെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? പരാതിയോട് എനിക്ക് യാതൊരു ഭയവുമില്ല. ഞാൻ സംസാരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. ഒരാൾ ഫാക്ട്സ് സംസാരിക്കാൻ പാടില്ലേ, വാസ്തവം സംസാരിക്കാൻ പാടില്ലേ? എന്നെക്കൊണ്ട് ശബ്ദിപ്പിക്കാതിരിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും കാണിക്കുന്ന പിപ്പിടിപ്പെടുത്തലാണ്, ഭയമാണ്. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ തീയിൽ കുരുത്ത ആളാണ് ഞാൻ, വെയിലത്ത് വാടില്ല. ഈ ആരെയോ ഉടുക്കുകൊട്ടി, വെടിക്കെട്ടുകാരൻ്റെ മകനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കണ്ടെന്ന് പറഞ്ഞല്ലേ, അവർ ഈ വക്കീലാണ് ഞാൻ. എനിക്കറിയാം നിയമം എന്താണ് നിയമമെന്ന് എനിക്കറിയാം. അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പരാതി കൊടുക്കാനാണ് ഞാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും പറയുന്നത്. ഞാൻ ചോദിക്കുന്നതിന് മറുപടിയില്ല. മറുപടിയല്ലേ പറയണ്ടേ? എൻ്റെ ചോദ്യത്തിന് മറുപടി പറയണം. അതിന് പകരം എന്നെ നിശബ്ദമാക്കാൻ പരാതി കൊടുക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നു. ചന്ദനത്തിൽ കള്ളത്തരം, ആനക്കൊമ്പിൽ കള്ളത്തരം, പിച്ചള പാത്രത്തിൽ കള്ളത്തരം, കുങ്കുമത്തിൽ കള്ളത്തരം. എന്തേ ഇവിടുത്തെ MLA സംസാരിക്കാത്തത്? കാരണം ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇവിടെ MLA ആവണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇവിടെ മത്സര സ്ഥാനാർത്ഥി ആവണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. വർഗീയ പരാമർശം എന്നാണ് പറയുന്നത്. വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ സംസാരിക്കണം? ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ സംസാരിച്ചോ? ഞാൻ ഏതെങ്കിലും മതത്തെക്കുറിച്ച് പറഞ്ഞോ? ഞാനൊരു സത്യം പറഞ്ഞു. സത്യം പറയുമ്പോൾ ചില ആൾക്കാർ പേടിക്കും. അവർ പേടിച്ചോട്ടെ, ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതിന് കാരണമാകുന്നത് ഈ മതം തന്നെയാണോ? ആ മതമാണോ ഇവരുടെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കുന്ന ഘടകം? എന്താ സംശയം? ഇവിടുത്തെ സംഘടിത മതവിഭാഗത്തിൻ്റെ വോട്ട് മാത്രമാണ് ഇവർക്ക് വേണ്ടത്. ബാക്കി ആൾക്കാർ ഹിന്ദുക്കൾ സംഘടിതരല്ലല്ലോന്നേ, അവരെ അസംഘടിതരല്ല. അവരൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാതിരി ചെയ്തോളും. ഞങ്ങൾ ഹിന്ദു കൊള്ള ചെയ്താലും കുഴപ്പമില്ല. ഗുരുവായൂരപ്പനെ അവിടുന്ന് നട അടച്ചാലും ശരി കുഴപ്പമില്ല. ഗുരുവായൂർ അമ്പലം കൊള്ള ചെയ്താലും കുഴപ്പമില്ല.
നിലവിളക്ക് ഹറാമാണെന്ന് പറയുന്നവരെ തന്നെ നിർത്തും. കാരണം ഹിന്ദുക്കളുടെ വോട്ടിന് വിലയില്ലല്ലോ. ആ വോട്ടിന് വിലയുണ്ടോ ഇല്ലയോ എന്ന് ഇപ്രാവശ്യം അറിയാം. അപ്പോൾ അവരിത് പാഠം പഠിക്കും. ഞാൻ വേറെ ഒരു മതവും പറഞ്ഞിട്ടില്ല, അവർ ചെയ്ത കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ ഇനിയും പറയും. തീർച്ചയായിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗുരുവായൂരിനെ വീണ്ടെടുക്കാനായിട്ടുള്ള നിയോഗമാണ് ലഭിച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളിൽ 100% ഉറച്ചു നിൽക്കുന്നു. ഇനിയും അത് പറയുമെന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.